ഈ ഒരു വീഡിയോയിൽ പോയിന്റുകൾ റിഡീം ചെയ്യുന്നതും അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെയിൽസിൻ്റെ സ്ക്രീനിൽ പോയിട്ട് നമ്മൾ ഐറ്റംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന് മുമ്പ് മെമ്പറിൻ്റെ നമ്പർ ഒന്ന് കോപ്പി ചെയ്തോട്ടെ. ഓക്കെ, നമുക്കിവിടെ പോയിന്റുകളെല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നു. ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തു. 31.15 ആണ് ടോട്ടൽ എമൗണ്ട്. ഞാനിവിടെ മെമ്പറിൻ്റെ നമ്പർ അടിച്ചു. ഈ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് അയാളുടെ ഇതുവരെയുള്ള എക്സിസ്റ്റിംഗ് ടോട്ടൽ പോയിൻറ്റ്സ്. ഇതാണ് അയാളുടെ ഈക്വലൻ്റ് എമൗണ്ട്. ഇനി ഇത് ലേറ്റസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സിങ്ക് ഡേറ്റായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷനും കൂടെ അപ്ഡേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഓപ്ഷൻസ് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് 31.15 ആണ് ഇൻവോയ്സ് എമൗണ്ട്. നമുക്ക് ഓൾറെഡി 105.30 എമൗണ്ടിനുള്ള പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിലേക്ക് നമുക്ക് റെഡീം ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ 31.15 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ പോസ്റ്റ് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഈ ഇൻവോയ്സ് എമൗണ്ടും ഈ ലോയൽറ്റി പോയിന്റിൽ നിന്ന് കട്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 31.15 ഒരു 20 dirhams നമുക്ക് ഈ പോയിന്റിൽ നിന്ന് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ക്യാഷായിട്ടോ കാർഡായിട്ടോ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റ് കട്ടാവും, ഇൻവോയ്സ് സേവ് ആവും. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് റിട്ടേണിലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത ശേഷം റിട്ടേൺ ആകുന്ന ഐറ്റംസ് നമുക്കിവിടെ ചെയ്ത ശേഷം മെമ്പറിൻ്റെ നമ്പർ നമുക്കിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഈ മെമ്പറുടെ നമ്പറിലേക്ക് ഈ റിട്ടേൺ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വാല്യൂസ് പോയിന്റുകൾ കുറയും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ സെയിൽസ് റിട്ടേണിലുള്ള വേറൊരു ഓപ്ഷനായിരുന്നു. നമുക്കിവിടെ റീകോൾ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവോയ്സിൽ എന്തൊക്കെ സാധനങ്ങളാണോ റിട്ടേൺ ചെയ്തത് ആ റിട്ടേൺ ചെയ്തതിൻ്റെ ഒരു റെഫറൻസ് നമ്പർ സെയിൽസ് റിട്ടേണിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ വരും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നവരെണ്ണം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഞാനെൻ്റെ സെയിൽസ് റിട്ടേൺ ചെയ്തതാണ്. ഞാൻ ആ സെയിൽസ് റിട്ടേൺ ചെയ്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ സെയിൽസ് റിട്ടേണിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഒറിജിനൽ സെയിൽസ് ഇൻവോയ്സ് ഈ നമ്പറായിരുന്നു എന്നുള്ളത് കാണിക്കും. ഇനി നമുക്ക് സെയിൽസ് റിട്ടേൺ കഴിഞ്ഞു. ഇനി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പോയിന്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമ്മളിവിടെ പോയിന്റിൽ പോയിട്ട് നമ്മൾ ആ കസ്റ്റമറുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ കാണിക്കും, അതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് കാണിക്കും. നമുക്ക് ഈ സിങ്ക് ഡേറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റും വാല്യൂസും ഇവിടെ കാണിക്കും. അപ്പോൾ കസ്റ്റമർ പറയുകയാണ് അവർക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്കിവിടെ ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് അവർക്ക് ഈ റിപ്പോർട്ട് വാട്സപ്പായിട്ട് പോകും. ഇനിയിപ്പോൾ ഇത് നമ്മുടെ മൊബൈലിലേക്കാണ് ഇത് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്പർ മാറ്റിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്കായിരിക്കും ഈ ഒരു വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വാട്സപ്പിൽ എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പം ഈ ഒരു കസ്റ്റമറുടെ ടോട്ടൽ ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിപ്പോൾ അയാൾ എന്ന് മുതലാണോ പർച്ചേസ് ചെയ്തത് ആ പർച്ചേസ് ചെയ്തത് മുതലുള്ള കംപ്ലീറ്റ് ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് അതിന് ഈക്വലൻ്റായിട്ട് അയാൾക്ക് കിട്ടിയേക്കുന്ന പോയിന്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കും. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇയാൾക്ക് ഒരു ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, അതായത് സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഇത്രയും വാല്യൂവിൻ്റെ സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ അതിന് ഈക്വലൻ്റായിട്ട് ഇത്രയും പോയിന്റ് അയാൾക്കത് കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾ റെഡീം ചെയ്തിട്ടുണ്ട്. 21 മെയ്യിൽ ഒരു 10 dirhamsൻ്റെ പോയിന്റ് അയാൾ റെഡീം ചെയ്തിട്ടുണ്ട്. അതിന് ഈക്വലൻ്റ് പോയിന്റ് 1.90. അതേപോലെ തന്നെ അയാൾ 22 മെയ്യിൽ റെഡീം ചെയ്തിട്ടുണ്ട്. 20 dirhamsന് ഈക്വലൻ്റായിട്ട് 20 dirhamsൻ്റെ പോയിന്റ് റെഡീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് 3.81 അതിൻ്റെ ഈക്വലൻ്റ് പോയിന്റ് 3.81. അപ്പോൾ ടോട്ടൽ 2106.01 ആണ് അയാളുടെ അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഇത് അഡ്മിൻ സൈഡ് റിപ്പോർട്ടാണ്, യൂസർ വൈസ് റിപ്പോർട്ടുകളാണ്.
നമ്മൾ ക്യാഷർ പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷർ പ്രോസസ്സിൽ നമുക്ക് ആ പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും 157.71. അപ്പോൾ നമ്മൾ റെഡീം ചെയ്യുന്നത് മൾട്ടി സെയിൽസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്, മൾട്ടിപ്പേ സെയിൽസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്യാഷായിട്ട് 90.98 വന്നിട്ടുണ്ട്, കാർഡായിട്ട് 88.36 വന്നിട്ടുണ്ട്, ലോയൽറ്റി റെഡീം ചെയ്ത് 157.71 വന്നിട്ടുണ്ട്. ഈ 3 വാല്യൂം കൂടെ കൂട്ടുന്നതായിരിക്കും ഈ 337.05 എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ അഡ്മിൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അഡ്മിൻ റിപ്പോർട്ടിൽ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ലോയൽറ്റി റെഡീം റിപ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഡേറ്റിനിടയ്ക്ക് നമുക്ക് എത്ര പോയിൻറ്റുകൾ റെഡീം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അത് ഏതൊക്കെ ഇൻവോയ്സിലേക്കാണ് അത് റെഡീം ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റും. ഇതൊക്കെ ഈ ഇൻവോയ്സുകളിലേക്കാണ് ഇത് റെഡീം ചെയ്തേക്കുന്നത്. ഇതാണ് ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട്. ഇത് ടോട്ടൽ ഫുൾ ഇൻവോയ്സ് എമൗണ്ടും റെഡീം ചെയ്തിട്ടുണ്ട്. ലോയൽറ്റി പോയിൻ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവോയ്സ് എമൗണ്ടിൽ 20 dirhams ലോയൽറ്റി പോയിൻ്റ് ആയിട്ട് റെഡീം ചെയ്തു, ബാക്കിയുള്ളത് ക്യാഷായിട്ടോ കാർഡായിട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് നമുക്ക് എക്സലിലേക്കോ PDF-ലേക്കോ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഡേ ക്ലോസ് റിപ്പോർട്ടിലും നമുക്ക് ഈ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കും. ടോട്ടൽ ലോയൽറ്റി റെഡീം ചെയ്തേക്കുന്ന എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇനി ഈ ക്യാഷ്, കാർഡ്, ലോയൽറ്റി റെഡീംഡ് ഇതും കൂടെ കൂടുന്നതാണ് ഈ മൾട്ടിപ്പേ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രിൻ്റ് ഔട്ടിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് റിപ്പോർട്ടിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ക്ലോസിംഗ് റിപ്പോർട്ടിൽ ഇതിവിടെ കാണിക്കും. 88.36 എന്ന് പറയുന്നത് കാർഡാണ്, 90.98 എന്ന് പറയുന്നത് ക്യാഷാണ്, 157.71 എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. ഓക്കെ, അപ്പം ഇത് 3 കൂടെയാണ് മൾട്ടിപ്പേ സെയിൽസ് ആയിട്ട് വരുന്നത്. ഈ 3 കൂടെ മൾട്ടിപ്പേ സെയിൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ആ റിപ്പോർട്ടുകൾ നമുക്ക് ഇന്ന് പറഞ്ഞ പോലെ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഡേ പ്രോസസ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. ഓൾറെഡി നമ്മൾ ഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡേയിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ കിട്ടും. ലോയൽറ്റി റെഡീം റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ എത്ര ലോയൽറ്റി റെഡീം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമ്മളെ ലോയൽറ്റിയുടെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. ലോയൽറ്റി റെഡീം റിപ്പോർട്ട് ഫോർ ഷിഫ്റ്റ് നമ്പർ 1008. ഇതിനകത്ത് ഏത് ബിൽ ഡേറ്റ് ആണ്, ഏത് ബിൽ നമ്പറാണ്, ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് എത്രയായിരുന്നു, അതിലെത്ര റെഡീം ചെയ്തിട്ടുണ്ടെന്നുള്ളത്, പിന്നെ ഏത് മെമ്പർ നമ്പറാണ്, മെമ്പറുടെ മൊബൈൽ നമ്പർ, മെമ്പറുടെ പേര്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മെമ്പറെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും ഇത് റെഡീം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വേറെ 1-2 പുതുതായിട്ട് വന്നേക്കുന്ന ഫീച്ചേഴ്സ് നമുക്കിവിടെ ഈ ഡേ ക്ലോസ് റിപ്പോർട്ടിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡേ റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാതെ നമുക്കിതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് നമുക്കിത് കാണാൻ പറ്റും. നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് ആ ക്യാഷ്യറുടെ റിപ്പോർട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്യാഷ്യറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ്യറുടെ വിൻഡോ ഓപ്പൺ ആകും. അതിനകത്ത് അയാളുടെ എത്രയാണെന്നുള്ളതെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൾറെഡി ക്ലോസ് ചെയ്തതാണെങ്കിലും നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ക്യാഷ്യർ എല്ലാം ക്ലോസ്ഡാണ്. ക്യാഷ്യർ ഇതേപോലെ തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ക്യാഷ്യറുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. ഇത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ക്യാഷ്യറുടെ റിപ്പോർട്ടുകളും
ക്യാഷ് ക്ലോസിംഗ് ഇൻഫർമേഷൻ ഇതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാതെ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ക്യാഷ്യറുടെ ആ ഡേയിലുള്ള അല്ലെങ്കിൽ ആ ഷിഫ്റ്റിലുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സെയിൽസ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് വൈസ് നമുക്ക് ലോയൽറ്റി പോയിന്റ് റെഡീം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. നമ്മളിവിടെ ഡേറ്റ് ഇടുക, എന്നിട്ട് നമ്മളിവിടെ ഈ സമ്മറിയിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോയൽറ്റി റെഡീം റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ ചെറിയ പ്രിൻ്ററിലേക്കായിരിക്കും പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഡേ വൈസ് റിപ്പോർട്ടിലും ഇതേപോലെ തന്നെ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഇതേപോലെ സമ്മറിയിൽ പോയി കഴിഞ്ഞാൽ ലോയൽറ്റി റെഡീം റിപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് ചെറിയ പ്രിൻ്ററിലേക്കായിരിക്കും പ്രിൻ്റ് ആവുന്നത്. നമുക്കിത് വ്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ലോയൽറ്റി റെഡീം റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അത് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഡേറ്റ് വൈസ് ആണ് കാണുന്നത്. ഇനി നമുക്ക് ഈ ഡേറ്റ് വൈസ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയിലെ മാത്രമാണ് കാണേണ്ടതെന്നില്ല, ഷിഫ്റ്റ് വൈസാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 1008 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് വൈസ് എടുക്കുമ്പോൾ പല ഡേയിലുള്ള റിപ്പോർട്ടുകൾ കയറി വരും. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഡേ ജസ്റ്റ് ആ ഡേ മാത്രം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡേയിലുള്ള റെഡീം ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ഇത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സലിലേക്കോ PDF-ലേക്കോ നമുക്കിത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പം അഡ്മിനിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ സെർവറിലോ അല്ലെങ്കിൽ മെയിൻ സിസ്റ്റത്തിലോ എവറി ഡേ മോർണിംഗ്, ആഫ്റ്റർനൂണ്, ക്ലോസിംഗ് ടൈം, ഈ 3 ടൈമിലും ഈ സെൻട്രൽ സെർവർ സിങ്ക് എന്ന് പറഞ്ഞൊരു ഈ ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റഡ് ആയി ഇവിടെ താഴെ ഇങ്ങനെ മെസ്സേജ് കാണിക്കും, സെൻട്രൽ സെർവർ സിങ്കനൈസേഷൻ ഡൺ സക്സസ്ഫുള്ളി എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബ്രാഞ്ചിലുമുള്ള ഡേറ്റാസ് നമ്മുടെ സെൻട്രൽ സെർവറിലുണ്ടാവും. അത് ചില സമയത്ത് ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സെർവറിലേക്ക് ചിലപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ സെർവർ സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ആവും. ഈ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. മെമ്പേഴ്സ് പോയിൻ്റ് ഇൻഫർമേഷനിൽ ചെയ്യുന്നത്, ഈ ഒരു സിങ്ക് ചെയ്യുന്നതും സെയിം സംഭവം തന്നെയാണ്. അതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിങ്ക് ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചുകളിലുള്ള മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ ഡൗൺലോഡ് ആകത്തില്ല. ജസ്റ്റ് അവരുടെ സെയിൽസിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും റെഡീമിൻ്റെയും പോയിൻറ്റുകൾ, റെഡീമിൻ്റെയും ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമുക്ക് ഡൗൺലോഡ് ആകുന്നത്. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ആകണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ സെർവർ സിങ്ക് എന്നുള്ളത് കൊടുക്കണം. ഇത് ഒരിക്കലും കൗണ്ടർ സിസ്റ്റത്തിൽ ചെയ്യാൻ പാടില്ല. മെയിൻലി സെർവറിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സിസ്റ്റത്തിൽ ആണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പം കംപ്ലീറ്റ് ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കിപ്പം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സെയിൽസ് ചെയ്യുമ്പം, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പം പോയിൻറ്റുകൾ മൈനസ് ആവുന്നു. അതുപോലെ തന്നെ നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും പോയിൻറ്റിൽ നിന്ന് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോയിൻ്റ് കട്ടാവുന്നു. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, റെഡീം ചെയ്തതിൻ്റെ പോയിൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും.